ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതിപ്പോ എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ശരി. ഇപ്പോഴ് വിശ്വാസ പ്രത്യുത്തരം കുടുംബത്തിലെത്ത നമ്മള് ദൈവത്തിന്റെ സ്നേഹം, അതിൻ്റെ ധാരാളിത്വം നമ്മൾ മനസ്സിലാക്കി. ആ സ്നേഹം അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥ നമ്മുടെ പാപാവസ്ഥ ആണെന്ന് മനസ്സിലാക്കി. പക്ഷേ നമ്മുടെ രക്ഷകനായി കർത്താവായി ഈശോ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ആ കർത്താവായ യേശു ക്രിസ്തുവുള്ള നമ്മുടെ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ തലങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നും വരുന്ന പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മൾ ധ്യാനിക്കും. ഇന്ന് ഷിബു സംസാരിച്ചു. അതിനുശേഷം പാനൽ ചർച്ചകളിലൂടെ വിശ്വാസ പ്രത്യുത്തരത്തിന്റെ പല തലങ്ങളെ നമ്മൾ കാണുകയുണ്ട്. നമ്മുടെ വീട്ടില് വിശ്വാസത്തിൽ നമ്മൾ വളരുന്നത് എങ്ങനെയാണ്? വ്യക്തമായും നിങ്ങൾ പറയും അത് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ശരിയാണ്. കൂദാശകളിൽ പങ്കെടുത്തുകൊണ്ടാണ്. വളരെ ശരിയാണ്. കർത്താവിൽ ആശ്രയമർപ്പിച്ച് ജീവിക്കുന്നതുകൊണ്ടാണ്, ജീവിച്ചുകൊണ്ടാണ്. വളരെ ശരിയാണ്. ഇതെല്ലാം ശരി തന്നെ. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ നമ്മൾ വിശ്വാസ പ്രത്യുത്തരത്തിൽ ആഴപ്പെടുക എന്ന് വെച്ചാൽ അതിന് ഒരു അറിവിന്റെ തലവും കൂടിയുണ്ട്. പ്രത്യേകിച്ച് കുടുംബം വിശ്വാസ പ്രത്യുത്തരത്തിൽ അറിവിൽ, വിശ്വാസത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ ആഴപ്പെടേണ്ട ഒന്നാണ് കുടുംബം. അതായത് മക്കൾക്ക് തങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളും വിശ്വാസ കാര്യങ്ങളിലുള്ള ആഴവും ഒക്കെ പകർന്നു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയും. വിശ്വാസ പ്രത്യുത്തരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വശമാണത്. ഉദാഹരണം, വിശുദ്ധ ഗ്രന്ഥം ബൈബിള് വിശ്വാസ പ്രത്യുത്തരത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തലമാണ്. വിശുദ്ധ ബൈബിൾ ജ്ഞാനത്തിൽ ആഴപ്പെടുക, വിശുദ്ധ ബൈബിൾ സ്നേഹത്തിൽ ആഴപ്പെടുക, വിശുദ്ധ ബൈബിൾ വായനയിൽ ആഴപ്പെടുക, വിശുദ്ധ ബൈബിൾ ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയിൽ ആഴപ്പെടുക, വിശുദ്ധ ബൈബിൾ പഠിക്കാനുള്ള താല്പര്യവും ശ്രമങ്ങളും അതില് മുന്നോട്ട് പോവുക. ഇതൊക്കെ വിശ്വാസ പ്രത്യുത്തരത്തിന്റെ, ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥ ജ്ഞാനത്തെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. എത്രയോ അനുകൂലമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാ വീട്ടിലും എത്ര ബൈബിൾ ഉണ്ട് ഇപ്പോ? ഓരോ വ്യക്തിക്കും ഓരോ ബൈബിൾ എന്ന തലത്തിലേക്ക് വരെ നമ്മൾ വളർന്നില്ലേ? കുഞ്ഞിന് വരെ പോക്കറ്റ് ബൈബിള് കൊച്ചിന് വേണ്ടി നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പോ മൊബൈലില് ബൈബിള്, ഇങ്ങനെ ബൈബിൾ നമുക്ക് സുലഭമായി ലഭിക്കുന്ന ഒരു പ്രത്യേക ചരിത്ര മുഹൂർത്തത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 1400 മുൻപ്, 1454 മറ്റോ ആണല്ലോ പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചതല്ല. അതിന് മുൻപുള്ള അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ശാസ്ത്രീയവും സാങ്കേതികവുമായ വളർച്ചകൾ ഭൂമിയിൽ ഉണ്ടാകുന്നത് പോലും നമ്മുടെ വിശ്വാസ പ്രത്യുത്തരത്തിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി ദൈവം തരുന്നതാണ്. ശാസ്ത്രീയ വളർച്ച, സാങ്കേതിക വളർച്ച, ഇതൊക്കെ ഉണ്ടാകുന്നതിന് പല തലങ്ങളുണ്ട്, പല മാനങ്ങളുണ്ട്, ഒക്കെ ശരി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാനമാണ് നമ്മുടെ വിശ്വാസ പ്രത്യുത്തരത്തിന് പറ്റിയ
ഒരു സാഹചര്യം നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരിക. അങ്ങനെ വെച്ച് നോക്കിയേ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ആഴപ്പെടാൻ കുടുംബം എന്ന രീതിയിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് കേരള സഭയിൽ ഇപ്പൊ 25 വർഷമാവും. ഇപ്രാവശ്യത്തിൽ 24, അടുത്ത വർഷമാകുമ്പോൾ 25 വർഷമായി, 4 നൂറ്റാണ്ടായി ലോഗോസ് ക്വിസ് ആരംഭിച്ചിട്ട്. ലോകത്തിൽ ഒരിടത്തും ഇല്ലാത്ത ഒരു അത്രയ്ക്ക് വലിയ പാർട്ടിസിപ്പേഷൻ ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ ക്വിസാണ്. ഏതാണ്ട് 5-5.5 ലക്ഷം പേര് എല്ലാ വർഷവും അതിന് രജിസ്റ്റർ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ കുടുംബമായിട്ട് അതില് ഫാമിലി ക്വിസ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വിശ്വാസ പ്രത്യുത്തരത്തിന് വളരെ പറ്റിയ സഭ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ. നന്നായിട്ടൊന്ന് ഉപയോഗിച്ചാലോ. വിശ്വാസ പ്രത്യുത്തരത്തിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആഴപ്പെടാനുള്ള നല്ലൊരു അവസരം. ചിലരെങ്കിലും പറയും, ഓ ഇത് രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ, വെറുതെ ഒന്നും പഠിക്കാതെ പോയി കുത്തി എഴുതുക. ശരിയാ, 4 പങ്കും അങ്ങനെ തന്നെയാണ്. 5 ലക്ഷം പേര് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഏതാണ്ട് ഒരു 4.5 ലക്ഷം പേരും ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം. പക്ഷെ ഉറപ്പിച്ച് എനിക്കൊരു കാര്യം പറയാൻ കഴിയും, മിനിമം ഒരു 25,000 പേരെങ്കിലും കേരളത്തിൽ, മിനിമം 25,000 പേരെങ്കിലും ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളെ വളരെ ഗൗരവമായി സമീപിക്കുകയും പ്രാർത്ഥനാപൂർവം ലോഗോസിന് വേണ്ടി ഒരുങ്ങുകയും ഈ ഭാഗങ്ങൾ ആവർത്തിച്ച് വായിക്കുകയും ഹൃദിസ്ഥമാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന, എന്തിന്, നോൻപെടുത്ത് ലോഗോസിന് വേണ്ടി ഒരുങ്ങുന്ന മനുഷ്യരുണ്ട്. നോൻപെടുത്ത് ലോഗോസിന് വേണ്ടി ഒരുങ്ങുന്നവർ. അങ്ങനെ ഉള്ളവരും നമ്മുടെ കൂടെ ഉണ്ട് എന്നോർക്കണം. വേറെ ഏത് രീതിയിൽ ചിലർ പറയോ ഇതൊക്കെ നിർത്തിക്കളയും, എന്തിനാ കാര്യം. പക്ഷെ അതിനെ ശരിക്കടുത്ത് നിന്ന്, ഞാൻ 6 വർഷത്തോളം നടത്തിയ ഒരാളാണ്, എനിക്കത് നന്നായിട്ട് അറിയാം. അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രയോ ആയിരക്കണക്കിന് മനുഷ്യരാണ് ദൈവവചനത്തിൽ ആഴപ്പെടാനായിട്ട് ലോഗോസ് ക്വിസ് ഇടയാക്കുന്നത്. അതിനൊക്കെ പങ്കെടുക്കുക. ബൈബിൾ ക്ലാസ്സുകൾ എത്രയോ നടക്കുന്നു, എത്രയോ ബൈബിൾ ക്ലാസ്സുകൾ ഏതെല്ലാം രീതികളിൽ, ഓൺലൈൻ ഓട്ടെ, യൂട്യൂബിൽ കയറിയാൽ തന്നെ ബൈബിൾ ക്ലാസ് ഇഷ്ടം പോലെ. ഗുഡ്നസ് TV എല്ലാ ആഴ്ചയിലും 3 ദിവസമുണ്ട് ബൈബിൾ ക്ലാസ്. 3 വ്യത്യസ്ത പുസ്തകങ്ങൾ പഠിക്കുന്ന ബൈബിളിലൂടെ തീർത്ഥാടനം, ബൈബിളിലൂടെ തീർത്ഥാടനം അതിന്റെ പേര്. കറസ്പോണ്ടൻസ് കോഴ്സ് ബൈബിൾ പഠിക്കാം. അത് കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റിയുടെ ഓഫീസിൽ, അല്ലെങ്കിൽ KCBC ബൈബിൾ കമ്മീഷൻ ഓഫീസിൽ, DOC അതിൽ ഏതാണ്ട് 10-15,000-ഓളം പേര് കറസ്പോണ്ടൻസ് പഠിക്കുന്നവർ പൂർത്തിയാക്കിയ പലരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആഴപ്പെടൽ. പ്രിയപ്പെട്ട ഒരു വിശ്വാസ പ്രത്യുത്തരത്തിന്റെ മറ്റൊരു തലമുണ്ട്. എന്താണെന്നോ, വിശ്വാസ കാര്യങ്ങൾ എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ കാമ്പും കഴമ്പും എങ്ങനെ അറിയാൻ പറ്റും? ക്രൈസ്തവ വിശ്വാസം, കത്തോലിക്ക വിശ്വാസത്തിന്റെ കാമ്പും കഴമ്പും എന്താണ്? ഒറ്റ വാക്കിൽ പറയാം, ഏതാ? വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണത്തിൽ നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിന്റെ കാമ്പും കഴമ്പും ഉണ്ട്. വിശ്വാസ പ്രമാണത്തിൽ എത്ര ഭാഗങ്ങളുണ്ട്? വിശ്വാസ പ്രമാണം ഉണ്ടല്ലോ, അത് അപ്പോസ്റ്റൽസ് ക്രീഡ്, അപ്പോസ്റ്റലന്മാരുടെ വിശ്വാസ പ്രമാണം, അല്ലെങ്കിൽ അത് തന്നെ കുറെ കൂടി ഡെവലപ്ഡ് ആക്കിയ, കുറെ കൂടി പാഷണ്ഡതകളും കാര്യങ്ങളും ഒക്കെ അതിനൊക്കെ മറുപടി കൊടുക്കാൻ തക്ക വിധത്തിൽ കുറെ കൂടി വിപുലമാക്കിയ, തിയോളജിക്കലായി വളരെ കുറെ കൂടി റിച്ചാക്കിയ നൈസൈൻ ക്രീഡ്, ഇതാണല്ലോ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണം ചെറിയ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്, വലിയ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് നൈസൈൻ ക്രീഡ്, നിഖ്യ വിശ്വാസ പ്രമാണം. ഇതില് 12 ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ 12 ഭാഗങ്ങൾ ഉള്ളതാണ് നമ്മുടെ വിശ്വാസ പ്രമാണം.
ആ 12 ഭാഗവും ഏതൊക്കെയാണ്, അതിന്റെ അർത്ഥതലങ്ങൾ എന്താണ് എന്ന് പഠിക്കാൻ വീട്ടിൽ നിങ്ങൾ തീരുമാനിച്ചാൽ നടക്കില്ലേ? സൺഡേ ക്ലാസ്സിൽ ഇതിലൊക്കെ എവിടെ നേരം കിട്ടുന്നത്? വീട്ടില് എല്ലാവരും കൂടുന്ന ഒരു സമയത്ത് നമുക്ക് വിശ്വാസ പ്രമാണം നമ്മൾ പഠിച്ചിരിക്കും എന്നൊരു തീരുമാനം ഒന്നെടുത്ത് ഒന്ന് വിശ്വാസ പ്രമാണം കുടുംബത്തിൽ പഠിക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയേ. വിശ്വാസ പ്രത്യുത്തരത്തിന്റെ അതിസുന്ദരമായ കുടുംബത്തിലെ ഒരു ഒരു ഒരവസ്ഥയായിട്ട് മാറും ആ വിശ്വാസ പ്രമാണ പഠനം. അതെങ്ങനെ നടത്തും? വളരെ എളുപ്പമല്ലേ? വളരെ വളരെ എളുപ്പമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വീട്ടിലുണ്ടായാൽ മതി. എന്തെളുപ്പമാണ്! കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, ഇംഗ്ലീഷിൽ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, CCC എന്ന് പറയും. ആ ഒരു പുസ്തകം മലയാളത്തിൽ ഇപ്പൊ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. നിങ്ങൾക്ക് പറ്റിയത് ഏതാണോ ആ ഒരു പുസ്തകം ഒന്ന് കളക്ട് ചെയ്ത് ഓരോ വിശ്വാസ പ്രമാണത്തിന്റെ ഓരോ ആർട്ടിക്കിളും ഒന്ന് പഠിക്കാനായിട്ട് കുടുംബമായിട്ടൊന്ന് ശ്രമിച്ചാൽ എന്തൊരു നല്ല കാര്യമായിരിക്കും. നമ്മുടെ മക്കളെ ഒന്നും ആർക്കും പെട്ടെന്ന് വഴിതെറ്റിക്കാൻ പറ്റില്ല. എന്ത് സൂത്രത്തിലാണെന്നറിയോ നമ്മുടെ മക്കളെ മനുഷ്യർ വന്ന് വഴിതെറ്റിക്കുന്നത്? സ്കൂളില് പോകുന്ന നമ്മുടെ കൊച്ചിനോട് ചോദിക്കാനായിട്ട് പറഞ്ഞു വിട്ടിരിക്കുക ചില ചോദ്യങ്ങള്. എടാ ഇങ്ങനെ എന്ന് ചോദിച്ചാലുണ്ടല്ലോ കുഴങ്ങിപ്പോവാ പിള്ളേര് എന്ന് പറയും. ശരിയാ, നമ്മുടെ പിള്ളേർ കുഴഞ്ഞു മറിഞ്ഞു വീണു പോകുന്നു അത്തരം ചോദ്യങ്ങൾക്ക് മുന്നിൽ. അവസാനം ചെന്നുപെടുന്നതോ പൊട്ടക്കിണറുകളിൽ. എന്തിന്? വലിയ അപകട മുനമ്പുകളിൽ പോലും എത്തിപ്പെടുന്നു നമ്മുടെ മക്കൾ. കാരണം എന്താ? പ്രത്യുത്തരത്തിലുള്ള ഈ ജ്ഞാനതലത്തിലെ ആഴം നമ്മുടെ മക്കൾക്ക് നമുക്ക് കുടുംബത്തിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല. കാറ്റക്കിസത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, കാറ്റഗറ്റിക്സ്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, വിശ്വാസ വളർച്ചയുടെ കാര്യത്തിൽ ആർക്കാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം? മാതാപിതാക്കൾക്കാണ്, മറ്റാർക്കുമല്ല. മാതാപിതാക്കൾക്കാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം. ലത്തീൻ ആരാധന ക്രമത്തില് ഈ വിവാഹ കർമ്മം ഉണ്ടല്ലോ, വിവാഹം എന്ന കൂദാശ, അതിന്റെ പ്രാർത്ഥനകളൊക്കെ ഉള്ള പുസ്തകമുണ്ട്. അതൊന്ന് വായിച്ചു നോക്കണം. കല്യാണത്തിന് വരുന്ന ചെക്കനോടും പെണ്ണിനോടും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനും അവരെ ക്രിസ്തുവിശ്വാസത്തിൽ വളർത്താനും നിങ്ങൾ സന്നദ്ധരാണോ എന്നാണ് ചോദ്യം. ഇനി മാമോദീസ എന്നുള്ള കൂദാശയുടെ ടെക്സ്റ്റ് വായിച്ചു നോക്കിയാൽ അതിൽ രസമാണ്. മാമോദീസയ്ക്ക് വേണ്ടി കുഞ്ഞിനെയും കൊണ്ട് മാതാപിതാക്കൾ വരുന്നു, പള്ളിയുടെ പുറത്ത് നിൽക്കുന്നു. അവിടെ വെച്ച് അച്ഛൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ വന്നേ? എന്റെ കുഞ്ഞിനെ മാമോദിസ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ശരി, നിങ്ങൾ ഈ കുഞ്ഞിന് മാമോദിസ നൽകാൻ ആഗ്രഹിക്കുന്നു. ഈ കുഞ്ഞിനെ ക്രിസ്തു വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ സന്നദ്ധരാണോ? ഓ, ഞങ്ങൾ സന്നദ്ധരാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് മാമോദിസയുടെ അടുത്ത സ്റ്റെപ്പുകൾ ആരംഭിക്കുന്നത് തന്നെ. പിന്നെ മാമോദിസ നൽകുന്നതിന് മുൻപ് വിശ്വാസ പ്രഖ്യാപനം നടത്താൻ പറയും. കൊച്ചിന് വിശ്വാസ പ്രമാണം ചൊല്ലാൻ അറിഞ്ഞൂടല്ലോ, ആ പ്രായം അല്ലല്ലോ. അപ്പോ ആ കുഞ്ഞിന് വേണ്ടി വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് ആരാ? മാതാപിതാക്കളും ജ്ഞാനസ്നാന മാതാപിതാക്കളുമാണ്. എന്താണ് വ്യക്തമാകുന്നത്? കുഞ്ഞിന് വേണ്ടി വിശ്വാസ പ്രമാണം ചൊല്ലുന്ന മാതാപിതാക്കൾ, ജ്ഞാനസ്നാന മാതാപിതാക്കള് കുഞ്ഞിന്റെ വിശ്വാസ ബോധ്യങ്ങളെ ആഴപ്പെടുത്താനുള്ള വലിയ ഉത്തരവാദിത്വം ഉള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വാസ കാര്യങ്ങളിലുള്ള അറിവിന്റെ തലത്തിൽ നന്നായിട്ട് ആഴപ്പെടേണ്ടിയിരിക്കും, വളരെ നന്നായിട്ട് ആഴപ്പെടേണ്ടിയിരിക്കും. നമുക്ക് കാരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലൂടെയും ധ്യാനങ്ങളിലൂടെയും കൺവെൻഷനുകളിലൂടെയൊക്കെ ഒത്തിരി അവസരം ഇന്ന് വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് ഉണ്ട്. അതിനിടയ്ക്ക് ചിലപ്പോഴെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കത്തോലിക്ക വിശ്വാസത്തിന് ചേരാത്ത ചില ചിന്താഗതികൾ കൂടി ചിലരുടെ പക്കലൊക്കെ വന്ന് പെടുന്നുണ്ട്. അത് വളരെ സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കണം.
അപ്പോൾ പ്രിയപ്പെട്ടവരെ, വിശ്വാസ പ്രത്യുത്തരത്തിന്റെ ആ അതിസുന്ദരമായ നമ്മുടെ ആവശ്യം ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യം ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കാര്യം പറഞ്ഞു, രണ്ടാമത് വിശ്വാസ പ്രമാണത്തിന്റെ കാര്യം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മള് വിശ്വാസ പ്രമാണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അവിടെ കാതലായ വിശ്വാസ പ്രമാണം നമ്മൾ പ്രഖ്യാപിക്കുന്ന ആ വിശ്വാസ പ്രമാണത്തിന്റെ ആർട്ടിക്കിളിൽ ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്നത് ഏതാണ്? ത്രിയേക ദൈവ വിശ്വാസമാണ്. ത്രിയേക ദൈവ വിശ്വാസം. അതുകൊണ്ട് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പിതാവിൽ വിശ്വസിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ ത്രിയേക ദൈവ വിശ്വാസത്തിൽ നമ്മളും നമ്മുടെ മക്കളും എത്രമാത്രം ആഴപ്പെടുമോ അത്രമാത്രം സ്നേഹത്തിൽ കുടുംബം വളരും. അത്രമാത്രം ഇൻക്ലൂസിവിസം അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഹൃദയ വിശാലതയിൽ നമ്മൾ വളരും. കൂട്ടായ്മയിൽ നമ്മൾ വളരും. പങ്കുവയ്പിന്റെ മനോഭാവത്തിൽ നമ്മൾ വളരും. വിശ്വാസ പ്രത്യുത്തരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബോധ്യതലം, ജ്ഞാനത്തിന്റെ തലം. ആ ബോധ്യതലത്തിൽ ആഴപ്പെട്ടാലേ അത് ജീവിതത്തിൽ പ്രകടമാവുകയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ത്രിയേക ദൈവവിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടുന്ന കാര്യം വളരെ പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, ബഹുദൈവ വിശ്വാസം നമ്മൾ ഓർക്കണം. ഓരോ വിശ്വാസവും ഓരോ ദൈവസങ്കല്പവും മനുഷ്യ ജീവിതങ്ങളെ കാര്യമായി സ്വാധീനിക്കും. ഒരാളുടെ ദൈവസങ്കല്പം എന്തോ അതായിരിക്കും ആ വ്യക്തിയുടെ ലോകസങ്കല്പവും. ബഹുദൈവ വിശ്വാസത്തിൽ ആഴപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ഇടയില് മനുഷ്യരും വിഭിന്നരാണ്. അതാണല്ലോ നമ്മുടെ ഇന്ത്യയിലുള്ളത്. ചാതുർവർണ്ണ്യം. മനുഷ്യര് വിവിധ തലങ്ങളിലായിപ്പോയി. എന്നിട്ട് അവര് തമ്മിൽ വലിയ വ്യത്യാസങ്ങള്, വലിയ അകൽച്ചകള്. അല്ലേ? ശരിയല്ലേ? ആലോചിച്ച് നോക്ക്. ബഹുദൈവ വിശ്വാസത്തിന്റെ നിഴലാണ് ചാതുർവർണ്ണ്യ നിലപാടുകൾ. ഇനി അതേസമയമോ അബ്സല്യൂട്ട് മോണിസത്തിലേക്ക് വന്നാലോ, അബ്സല്യൂട്ട് മോണോതെയിസം, അബ്സല്യൂട്ട് സിംഗുലാരിറ്റി. ബുദ്ധമതത്തിൽ കാണുന്നതും ഇസ്ലാമിൽ കാണുന്നതും അതാണ്. അബ്സല്യൂട്ട് സിംഗുലാരിറ്റി. അബ്സല്യൂട്ട് സിംഗുലാരിറ്റി. അബ്സല്യൂട്ട് സിംഗുലാരിറ്റിയുടെ കുഴപ്പം എന്താണെന്നറിയാവോ? അബ്സല്യൂട്ടിസത്തിന്റെ വലിയ മേഖലകളാണ്. അബ്സല്യൂട്ടിസം ഇത് മാത്രമാണ്. ഓൺലി എന്നുള്ള വാക്കാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്. മാത്രം മാത്രം മാത്രം. ഈ അബ്സല്യൂട്ട് സിംഗുലാരിറ്റിയുടെ ഗുരുതരമായ വിഷയം എന്താ? എല്ലാവരും മറ്റുള്ളവരൊക്കെ ഒഴിവാക്കും. മറ്റുള്ളവരൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒഴിവാക്കലിന്റെ, എക്സ്ക്ലൂസിവിസത്തിന്റെ ലോക കാഴ്ചപ്പാടാണ് അബ്സല്യൂട്ട് സിംഗുലാരിറ്റി എന്നുള്ള ദൈവ സങ്കല്പത്തിലുള്ളത്. പക്ഷെ ഈശോ ആബ്സല്യൂട്ട് സിംഗുലാരിറ്റി അല്ല പറഞ്ഞത്. ഏകദൈവമാണ്, ഒരു സംശയമില്ല. ദൈവം ഒന്നേയുള്ളൂ, ഒരു ദൈവം. പക്ഷേ ആ ദൈവത്തിൽ മൂന്നാളുകളുണ്ടെന്ന്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ചുരുക്കി പറഞ്ഞാൽ ഏകദൈവം കൂട്ടായ്മയാണെന്ന്. അങ്ങനെ ഈശോ പഠിപ്പിച്ച ത്രിയേക ദൈവ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ധ്യാനിച്ച് യോഹന്നാൻ അവസാനം പറഞ്ഞു വെച്ചു, ദൈവം സ്നേഹമാകും. അതാണ് ട്രിനിറ്റേറിയൻ ഗോഡ് കൺസെപ്റ്റ് ആണ്. ഗോഡ് ഈസ് ലവ്. അവിടെയാണ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അവിടെയാണ് ഡെമോക്രസിക്ക് വളർച്ചയുള്ളത്. അവിടെയാണ് മതസ്വാതന്ത്ര്യമുള്ളത്. അവിടെയാണ് സ്ത്രീ പുരുഷ സമത്വമുള്ളത്. അവിടെയാണ് എല്ലാ തൊഴിലുകൾക്കും മാന്യതയുള്ളത്. എത്രയോ കാര്യങ്ങൾ പ്രായോഗികമായി
ത്രിയേക ദൈവ വിശ്വാസത്തിന്റെ ഫലങ്ങളായി നമുക്ക് എണ്ണി പിടിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ കുടുംബത്തിൽ ചർച്ച ചെയ്യാം, ഗൗരവമായിട്ട് ചർച്ച ചെയ്യാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം ആയത് ഞാൻ കാണുന്നു. നമ്മുടെ വിശ്വാസ പ്രത്യുത്തരം കുടുംബത്തിൽ ആഴപ്പെടാൻ ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. അത് ബോധ്യത്തിന്റെ ഫലമാണ്, ജ്ഞാനത്തിന്റെ ഫലമാണ്. കുടുംബം വിശ്വാസ കാര്യങ്ങളെ പഠിക്കാൻ പ്രത്യേക താല്പര്യവും ഉത്സാഹവും കാണിക്കുന്ന കുടുംബമായി മാറട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. ആശീർവാദം കൂടെ തരണേ. ശരി, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിച്ചു. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നവരാകട്ടെ. സംശയായിട്ട് സ്ഥിതിയായി. താങ്ക് യു അച്ഛ.